ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയാട്ടം ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രേവി വേറെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇടിയപ്പവും ഞാനെല്ലാം റെഡിയാക്കി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതും അവിടെ വേവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്, മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം ഞാനിപ്പോൾ പാത്രത്തിലേക്ക് കൊട്ടി ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല മഞ്ഞും തണുപ്പും മഴയൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയൊക്കെ നല്ല മഴയുണ്ട്. 2 ദിവസം അടുപ്പിച്ച് മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തൊണ്ടയൊക്കെ ഒരു അസ്വസ്ഥതയുണ്ട്. നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ജലദോഷമൊക്കെ പിടിക്കാൻ പറ്റിയ സമയമാണ്. അതിനൊക്കെയാണോ എന്നറിയില്ല, ഒരു തലവേദനയും അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോഴാണ് മുറ്റത്ത് ഞാൻ ഒരു കാച്ചിലിൻ്റെ വിത്ത്, കാച്ചിങ്ങ എന്നാട്ട് പറയണത്, അതായത് അതിൻ്റെ ആ വള്ളിയിലുണ്ടായ ഒരു കായ ഉണ്ടാവില്ല, ആ കായ ഞാനിവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായി. അപ്പോൾ അത് പടർന്നങ്ങനെ പോയിട്ട് ഇപ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാന്തി നോക്കണതാണ് കേട്ടോ. വലിയ കാച്ചിലായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ വലിയ കാച്ചിലിൻ്റെ തന്നെ കുറച്ച് ഭാഗം ചെത്തി, അതിൻ്റെ മോൾ ഭാഗം ചെത്തി നട്ടാൽ വലിയ കാച്ചിൽ കിട്ടുള്ളൂ. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ കാച്ചിങ്ങ എന്ന് പറയുന്ന സംഭവം കുഴിച്ചിട്ടതാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് ഒരു കുഞ്ഞ് പുഴുക്കിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചരലായിരുന്നു അവിടെ, ഇനി അതുകൊണ്ടാണോ വലുതാവാഞ്ഞെന്ന് അറിഞ്ഞൂടാ. മണ്ണ് കുത്തി ഇളക്കി, വെള്ളമൊക്കെ ഒഴിച്ച് കുത്തി ഇളക്കിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ ആട്ടോ തീ എത്തിച്ചത്, നമുക്ക് ചോറൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് അരിയൊക്കെ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ കുറേ ദിവസങ്ങളായി ഇവിടെ ഒന്ന് തീ കത്തിച്ചിട്ട്, അപ്പോൾ ഇടയ്ക്ക് ഇവിടെയും കത്തിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ കത്തിച്ചതാണ്. പിന്നെ മീനായിരുന്നു കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് മീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുമ്പളങ്ങയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പുളി ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ, അപ്പോൾ പുളി ഇളകി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ മീൻ കറി വയ്ക്കുകയാണെങ്കിൽ. കുമ്പളങ്ങയും തക്കാളിയും എല്ലാം ചേർത്തിട്ട്, മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടാലും നല്ലതാണ്. അപ്പോൾ പച്ചക്കറിയും നമ്മുടെ ഉള്ളിൽ പൊക്കോളും, മീൻ കറിയും റെഡി ആയിക്കോളും. അങ്ങനെ പിന്നെ അരപ്പും തേങ്ങയും ചുവന്നുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അരച്ചത്. അരപ്പും കൂടി ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതവിടെ ഇരുന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റി വരുമ്പോൾ മീൻ കറി റെഡിയാവും. പിന്നെ കുറച്ച് വേപ്പിലയും വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഉലുവയും ചുവന്നുള്ളിയൊക്കെ വട്ടത്തിലരിഞ്ഞ് അതും താളിച്ചെടുത്താലും നല്ലതാണ്. അങ്ങനെ ഇപ്പോൾ ചോറ് വേവായോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഈ അടുപ്പ് ഒഴിവായിട്ട് ഇതിലേക്ക് തന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒന്നും കൂടി വേവാനുണ്ട് കേട്ടോ, ചെറിയൊരു വേവും കൂടി ബാക്കിയുണ്ട്. നല്ല വേവുള്ള അരി തന്നെയാണ്. അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. അത് കഴിയുമ്പോൾ കറി അങ്ങടേക്ക് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാക്കി ജോലികൾക്ക് കേട്ട് പോയി, അതൊക്കെ അതിൻ്റെ ഇടയിലൂടെ ചെയ്യണുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് വേവായി ഞാൻ വടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കറി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും നന്നായിട്ട് തിളച്ചു. ഇത് ഈ അടുപ്പിൽ തീ കത്തി കിട്ടാനാണ് പാട്. കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിട്ട് അങ്ങനെ നിന്നോളും. പിന്നെ ഫ്രൈ ചെയ്യാനുണ്ടായ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ജോലിയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം 4 മണിയായപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ടെറസിന് മുകളിൽ കുറച്ച് കോവയ്ക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നാൽ പറിച്ചെടുക്കാം. ഇനി രാവിലത്തേക്ക് ഇപ്പോൾ അത് എടുത്തു വെച്ചേക്കാണെങ്കിൽ നമുക്ക് രാവിലെ മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്ക് കറിയാക്കി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ചെയ്തു വെച്ചാലാണത്, ഞാൻ അല്ലെങ്കിൽ മറന്നു പോവും. പിന്നെ രാവിലത്തെ തിരക്കിൽ വന്ന് ഇത് പൊട്ടിച്ചിട്ട് പോയി കറി വയ്ക്കാനൊന്നും സമയം ഉണ്ടാവില്ല. പിന്നെ മറന്നു പോയി കഴിഞ്ഞാൽ ഈ കോവയ്ക്ക് അവിടെ കിടന്ന് ചുവന്നും പോവും. അപ്പോൾ അതുകൊണ്ട് ഓർത്തപ്പോൾ തന്നെ വേഗം അത് പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ പച്ച കളർ തന്നെ ആയതുകൊണ്ട്, ഇലയും പച്ച ഇതും പച്ച ആയതുകൊണ്ട് നമ്മൾ കാണില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് വന്നു. അപ്പോഴത്തേനും ഒരാൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഇളയാൾ. അപ്പോൾ അവന് ബിസ്ക്കറ്റ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് റസ്ക്കും ബിസ്ക്കറ്റൊക്കെ.
അപ്പോൾ അവനത് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു ചായയും കൂടി ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചായ ഇടാനായിട്ട് പോയി. അപ്പോൾ രണ്ടുപേരും കൂടി വരാനുണ്ട്. അവർ കുറച്ചുകൂടി വൈകിയായിട്ട് വരുള്ളൂ. ഇവൻ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ പോയി ചായയൊക്കെ ഇട്ടിട്ട് വന്നു. പിന്നെ എന്നാൽ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനും അവൻ്റെ കൂടെ കൂടി. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.